നമസ്കാരം. നമ്മുടെ ചെമ്പുകോഴി പൂടയൊക്കെ പറിച്ചിട്ടുണ്ട്. സ്വയം പറിച്ചതല്ല, ഡൽഹിയിലെ ബാർബർമാർ പറിച്ചു കൊടുത്തതാ, പറിച്ച് കളഞ്ഞതാ. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇനി ഇയാളുടെ ഇളിഞ്ഞ സിനിമകൾ കണ്ട് കഷ്ടപ്പെടേണ്ട ഗതികേട് ഇനി കേരളീയർക്കില്ല. അത് പുതിയ പിള്ളേർ അവർ ചെയ്തോളും ആ സിനിമ കാര്യങ്ങൾ. ഇയാൾക്ക് കൊടുത്തിട്ടുള്ള വരം കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കാമെന്നുള്ളതാണ്. കേരളത്തിലെ നിയമസഭ ഇലക്ഷൻ വരുന്നതോടുകൂടി ഇയാളെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കാം എന്നൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്ന് അടിക്കുന്ന കാറ്റിൻ്റെ മർമ്മരം നമ്മളോട് ഓതുന്നത്. കിട്ടുന്ന തോന്നുന്നില്ല. എന്തായാലും പൂട പറിച്ചിട്ടുള്ള പുതിയ ശൈലിയിലാണ് കോഴി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പം കോഴിയുടെ കൂവൽ കുറച്ച് കുറഞ്ഞിട്ടുള്ളതായിട്ട് തോന്നുന്നു. നമസ്കാരം. ഇത് ഒരു രംഗത്തൊരാള് ഒരു പൊസിഷനിലെത്തി നിൽക്കുമ്പോൾ മറ്റൊരിടത്തേക്ക് എടുത്ത് ചാടണമെങ്കിൽ ചാടാം. അത് നിങ്ങൾ അട്ടയെ കണ്ടിട്ടുണ്ടോ? അട്ട സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ് സഞ്ചരിക്കുക. അട്ട ഒരു കാലിൽ വെച്ച് ഈ കാല് ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ നീട്ടും. അത് ഇനി ഈ കാലിവിടെ വെച്ചതിന് ശേഷം, ഉറപ്പിച്ചതിന് ശേഷമാണ് സഞ്ചാരം ആരംഭിക്കുക. കുരങ്ങന്മാർ മരത്തിൽ നിന്ന് ചാടുന്ന സമയത്ത് വലിയ വലിയ കുരങ്ങന്മാർ വളരെ ദൂരത്തേക്ക് ചാടും. സിംഹവാലൻ കുരങ്ങൊക്കെ 20 അടി ദൂരത്തേക്ക് ചാടും. പക്ഷെ കുട്ടി കുരങ്ങന്മാർ വന്നിങ്ങനെ നോക്കും. നോക്കി അവർക്കറിയാം ഇത്ര ദൂരം തനിക്ക് ചാടാൻ പറ്റുമെന്ന്. അത് പറ്റിയില്ലെങ്കിൽ ഉള്ള കുമ്പുമ്പ് അവരിയ്ക്കും, അത്രമാത്രം. പക്ഷേ ഈ അട്ട പോകുന്ന സമയത്ത് ഇവിടെ കാലുറപ്പിക്കാതെ ഇവിടുന്ന് ഇതെടുത്തു, അടുത്ത കാലെടുത്തു, പിൻഭാഗം എടുത്തു. ഈ കുട്ടിക്കുരങ്ങൻ, ഈ കോഴിക്കുരങ്ങൻ രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കുന്നതിന് മുൻപ് സിനിമയിൽ നിന്ന് വിട്ടു. അതിൻ്റെ ഉള്ളില് അത് അപകടം മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയത്തിലും സിനിമയിലും കൂടി കളിക്കാമെന്ന് കരുതി. 50-50 രാഷ്ട്രീയത്തില്, 50 സിനിമയിൽ. അമ്മയോടൊപ്പം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും വേണം, അപ്പൊ അമ്മയോടൊപ്പം കിടക്കും വേണം, അച്ഛൻ്റെ ഒപ്പം പൂരത്തിനും പോകണം. ഇതൊരു വഞ്ചനാത്മകമായിട്ടുള്ള നയമാണ് ഇയാൾ കൈക്കൊണ്ടത്. വാസ്തവത്തിൽ തൃശ്ശൂർ വോട്ട് കൊടുത്ത ആളുകളോട് അവരുടെ ഒരു വഞ്ചനാത്മകമായിട്ടുള്ള നിലപാട്. വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം അയാളുടെ നിലപാടുകൾ, അയാളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചാൽ നന്നായിട്ട് അറിയാൻ പറ്റും. വെറും വഞ്ചകൻ, ഒരു മൂന്നാംകിട വഞ്ചകനല്ല, ഒന്നാംകിട വഞ്ചകൻ. അത് രാഷ്ട്രീയം അറിയാത്തത് കൊണ്ടാണോ മനഃപൂർവ്വമാണോ എന്നറിയില്ല. സെപ്റ്റംബർ 6 എന്നൊരു ദിവസമുണ്ടെങ്കിൽ എൻ്റെ മീശക്കൊമ്പനോ ഏതൊരു ആനക്കൊമ്പനോ ഏതൊരു സിനിമയുടെ ഷൂട്ടിങ്, ഒറ്റക്കൊമ്പൻ, അത് ആരംഭിച്ചിരിക്കും. എനിക്ക് മന്ത്രിപദം പ്രശ്നമല്ല, അത് പോണെങ്കിൽ പോട്ടെ. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ, അതല്ലെങ്കിൽ നരേന്ദ്രമോദി, അതല്ല അവരുടെ നദ്ദയെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു വെറുവട്ടിയായിരിക്കുകയാണ്. ആഹാ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലേ, എങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് പോ എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. കാരണം BJPയുടെ ഒരു കാൻഡിഡേറ്റാണ് അയാൾ, BJPയുടെ ഒരു MP ആണ് അയാൾ. ആയതുകൊണ്ട് അത് എന്തൊരു മരമാണെങ്കിലും മരവാഴയാണെങ്കിലും വെറുവട്ടിയാണെങ്കിലും നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ
അയാൾ കൊടുത്തുള്ള വാക്ക് നിങ്ങൾക്കൊരു ഭാവിയുണ്ട്, കളയരുത് എന്നുള്ളതാണ്. ഇയാളത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ക്യാബിനറ്റ് മന്ത്രി പദവി. ഒരു കാരണവശാലും ഇന്ത്യൻ ക്യാബിനറ്റിൽ കേരളത്തിൽ നിന്ന് ഒരു BJP-കാരന് പ്രവേശനം ഉണ്ടാവില്ല. അത് നടക്കുന്ന കാര്യമല്ല. കാരണം അതിനവിടെ ഉന്നത ശീർഷന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട്. അവിടെ ആ മോഹത്തിന് അർത്ഥമില്ല. ഇനി മറ്റൊരു കാര്യം, സഹമന്ത്രിയായിട്ട് അയാളായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, മേജർ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുബന്ധമായിട്ടുള്ള മിനിസ്ട്രി, അതിൻ്റെ മിനിസ്റ്റർ ഇയാളെ പല കാര്യങ്ങളും ഏൽപ്പിക്കും, അത് നടപ്പാക്കുക. അത്രയും സഹമന്ത്രിക്ക് ചെയ്യാൻ കഴിയും. സ്വതന്ത്ര ചുമതല പോലുമില്ല. ആയതുകൊണ്ട് തന്നെ അയാളുടെ ആ ഒരു പാറായിത്തരം, ഒരു മേധാവിത്വ മനസ്ഥിതി അത് പരിപൂർണമായിട്ട് കത്തിക്കരിഞ്ഞു പോകുന്നൊരവസ്ഥ ഇപ്പോൾ ഇവിടെയുള്ളത്. സിനിമാ രംഗത്ത് ഇനി നിയമസഭ ഇലക്ഷൻ, അടുത്ത MP ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോഴേക്കും ഇയാൾ വിസ്മൃതിയിൽ ആണ്ടുപോകും. കേരളത്തിൽ ഒരുപാട് നടന്മാര് നമ്മളാ സിനിമ കാണുന്ന സമയത്ത് ആ നടന്മാരെ ഓർമ്മിക്കും. അല്ലാത്ത സമയത്ത് 3, 4, 5, 8, 10 വർഷം അവർക്ക് സിനിമ ഇല്ലാതിരിക്കുകയാണ്. മറ്റു പല ജോലികളിലും വ്യാപൃതരാകുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുകയാണെങ്കിൽ 2, 3, 4 ആൾക്കാർ മാത്രമാണ് അൺഅവോയ്ഡബിൾ മെറ്റീരിയൽസ്. ഒരു യേശുദാസ്, ഇപ്പം അതും പോയിട്ടുണ്ട്. യേശുദാസ് ഇല്ലെങ്കിലും സിനിമ വിജയിക്കുമെന്നായിട്ടുണ്ട്. യേശുദാസ് പാടിയാലേ സിനിമ വിജയിക്കൂ, അങ്ങനെയൊന്നുമില്ല. ഇപ്പം അതുമില്ല. കൊച്ചു പിള്ളേരെന്ന് പറയാം, അവർ വന്നിട്ടാണ് നല്ല നല്ല സിനിമകൾ എടുക്കുന്നത്, നല്ല നല്ല അഭിനയം കാഴ്ചവെക്കുന്നത്. വളരെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ പോലുള്ള അഭിനയം കാഴ്ചവെക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകപരിചയം അതിവിപുലമായിട്ടുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു സീനിയർ നടൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവരെഴുന്നേറ്റ് നിൽക്കാനോ തൊഴാനോ ബഹുമാനം കാണിക്കാനോ ആദരവ് കാണിക്കുന്ന അവർക്ക് അറിയില്ല ഏത് നട, ഏത് മമ്മൂട്ടി, ഏത് മോഹൻലാൽ, അത്രേ അവർക്കുള്ളൂ. ഇൻഡസ്ട്രിയിൽ അവർക്ക് ഗോഡ് ഫാദർ വേണ്ട. പണ്ട് ഗോഡ് ഫാദറുടെ തോളിലേറിയിട്ട് തന്നെ അവർക്ക് വന്നിരുന്നത്. ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരെ കണ്ടാലും എറാൻ മൂളികളായിട്ട് എഴുന്നേറ്റ് നിന്ന് തലയിൽ കെട്ടിയിട്ട് മുണ്ടൊക്കെ അഴിച്ചു മാറ്റി തമ്പരാക്കന്മാരെ കാണുന്ന പോലെ ഇപ്പം അതൊന്നും ഇല്ലാതായി. ആയതുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു സിനിമ ആരിവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. ഇയാളുടെ എല്ലാ സിനിമയിലും ഡയലോഗായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതിനൊരു മോഡുലേഷൻ ഇയാൾക്ക്, അതിനുള്ള ശേഷി ഇയാൾക്കില്ല. അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം എന്താ, അമേദ്യവും ഉച്ഛിഷ്ടവും കൂട്ടിക്കുഴച്ച്, അതാ ഡയലോഗായിട്ടാണ് പറയുന്നത്. അതിനകത്ത് വേറെ മോഡുലേഷൻ ഇല്ല. അത് പലപ്പോഴും ആ അത്ഭുതങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്, മലയാള സിനിമയിൽ ആ അത്ഭുതം കാഴ്ചവെച്ചിട്ടുള്ളത് സത്യൻ, മോഹൻലാൽ, ഒരു പരിധി വരെ മമ്മൂട്ടിയെ നമ്മൾ വലിയ രൂപത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അത്തരം രംഗങ്ങളേക്ക് കാണാൻ നമുക്ക് കഴിയും. വിദേശ സിനിമകൾ കാണാൻ കഴിയും നമുക്ക്. മർലൻ ബ്രാൻഡോ പോലുള്ള ആളുകൾ അവർ ഡയലോഗ് പറഞ്ഞാൽ അവർക്ക് ഡയലോഗ് കൊടുത്താൽ അവർ ഡയലോഗ് പറയാനായിട്ട് നമുക്ക് അതിശയം തോന്നും. ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനിൽ ചടുലമായിട്ടുള്ള കേട്ട് കഴിഞ്ഞാൽ തല പൊട്ടിത്തെറിച്ച് പോകുന്ന ഡയലോഗ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ അവർ വളരെ സിമ്പിളായിട്ട് പറയുന്നു. സിനിമ വരുമ്പോഴാണ് മനസ്സിലാക്കുക ആ സിംപ്ലിസിറ്റി എന്തിനായിരുന്നു എന്ന്. അതുപോലെ തന്നെ ഒമർ മുക്താർ സിനിമയിൽ അതിൽ മുസോളിനിയുടെ പടനായകൻ ചോദിക്കുന്നുണ്ട്, ഒമർ മുക്താറിനോട് ചോദിക്കുന്നുണ്ട്, ആൻ നിക്കിലിനാണ് അഭിനയിക്കുന്നത്, നിങ്ങൾ എപ്പോഴാണ് കീഴടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? അദ്ദേഹം വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, ഞങ്ങൾ കീഴടങ്ങാറില്ല, ഞങ്ങൾ തോൽക്കാറില്ല, വിജയിക്കാറേ ഉള്ളൂ, അല്ലെങ്കിൽ മരണം. വളരെ സിമ്പിളായിട്ട്. പക്ഷേ ആ മുഖത്തിൻ്റെ ഒരു അതിഭാവുകത്വം, ആ മുഖത്തിൻ്റെ ഒരു ഗാംഭീര്യം, ആ മുഖത്ത് നിന്ന് വരുന്ന ഡയലോഗിൽ അത് കൂടിക്കുഴഞ്ഞ് സിംഗർണൈസ് ചെയ്ത് കിടക്കുകയാണ്. അല്ലാതെ തിരിഞ്ഞു നിന്ന് നമ്മുടെ കൊല്ലത്തെ മാട്ട് നാടകങ്ങളുടെ പോലെ ഞങ്ങൾ കീഴടങ്ങാറില്ല, ഞങ്ങൾക്ക് വിജയമേ ഉള്ളൂ, ഞങ്ങൾക്ക് പരാജയമില്ല, ഒന്നിനോ വിജയം അല്ലെങ്കിൽ മരണം, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിങ്ങനെയുള്ള തൊരപ്പന്മാരാണ്. ഇല്ല, ആ ഡയലോഗിന് ഭയാനകമായിട്ട് പണ്ട് ഞാൻ KPSC ഉള്ള സമയത്ത് അവിടെ ഒരു ഓഫീസിൽ അടിച്ചു വാരുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് കേട്ടോ. അവരുടെ ഭർത്താവ്
14 വർഷങ്ങൾക്ക് മുമ്പ് ആ ഓഫീസിൽ അതേ ഉന്നതമായിട്ടുള്ള പദവി, അതായത് മറ്റേ KSEB ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിൽ ഉന്നതമായിട്ടുള്ള പദവി വഹിച്ചിരുന്ന ഒരാളാണ്. മരിച്ചു പോയപ്പോൾ ഭാര്യയ്ക്ക് അവിടെ ജോലി കൊടുത്തു. അവർക്ക് തൂപ്പുകാരിയുടെ ജോലിയാണ്. പുതിയൊരാൾ വന്നപ്പോൾ അവർ ഇവരെ ചോദിച്ചു, നിങ്ങൾ എന്താ പേര്? എൻ്റെ പേര് സരോജം. ആ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണോ വെച്ചോ? അപ്പം മരിച്ചുപോയ ആളുടെ കൂട്ടുകാരയാള്. അപ്പം ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണോ? ചൊണ്ട തന്നെ ഈ സ്ത്രീ തോപ്പിൽ ബാസി അതേ ഒരു കസേരയിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നിട്ട് പേടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സമചിത്തത വീണ്ടും ചോദിക്കുക, എന്താ പറ്റിയെന്ന്? എന്താ പറ്റിയേ? ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് 14 വർഷം മുമ്പ് മരിച്ചു പോയതാ. ആ കാര്യമാണ് ചോദിച്ചത്. അതിന് ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ ആ തോമസ് സാറിൻ്റെ ഭാര്യയല്ലേ? അതെ. ഇത്ര പറഞ്ഞാൽ മതി. അപ്പം ഇത് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില ഡയലോഗുകൾ, അതായത് ചീപ്പർ ദാൻ ചീപ്പസ്റ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത സ്വരങ്ങൾ കൊടുത്ത് ആവശ്യമില്ലാത്ത ശബ്ദ വ്യാകരണങ്ങൾ എഴുതി ചേർത്ത് ഇതയാൾക്കറിയുള്ളൂ. ഞാൻ രാപ്പകൽ സിനിമ കണ്ടിട്ട് മമ്മൂട്ടി ആ പെൺകുട്ടി രസന എന്ന് പറഞ്ഞ നയനതാര ആ പെൺകുട്ടിയിൽ നിന്ന് കരയുമ്പോൾ മമ്മൂട്ടി അവിടേക്ക് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയാം, കരയരുത്, കരഞ്ഞാൽ തോറ്റു എന്നർത്ഥം. ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിളായിട്ടാണ് പറയുന്നത്. ഈ കഴുതി അണിയെ പറഞ്ഞ് കരയരുത്, കരഞ്ഞാൽ തോറ്റു എന്നാണ് അർത്ഥം. ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ ഉണ്ടാകും എന്തെങ്കിലും പറഞ്ഞു കളയും. അപ്പം ഇയാളൊന്നും ഒരു അൺഅവോയ്ഡബിൾ മെറ്റീരിയലൊന്നുമല്ല. ഞാൻ ഇയാളുടെ ഒരു സിനിമയും കാണാറില്ല. ഒരു സിനിമ എനിക്കിഷ്ടമല്ല. അതെന്തോട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം വേറെ ആയിരിക്കും. ഏതായാലും സിനിമയിൽ ഇയാൾ ഇനി വട്ടപൂജ്യമാണ്. ആ കൂട്ടത്തിൽ സിനിമയിൽ നിന്ന് ഇനി കുറച്ചു കാലം മാറി നിന്ന് കഴിഞ്ഞാൽ അയാൾ വടുവട്ടപൂജ്യമായിട്ട് മാറും. അപ്പം അത് പോയി. ഇനി രാഷ്ട്രീയത്തിൽ പരീക്ഷണങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചോളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിനിമാ താരം ആ സിനിമാ താരത്തോട് തുടങ്ങിയ വൈകാരികമായിട്ടുള്ള അടുപ്പം വെച്ച് വോട്ട് കൊടുത്തു. മാത്രമല്ല പല കള്ളക്കളികളോടെ നടന്നു. ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന പോലെ ഫാമിലി MP സൃഷ്ടിക്കാൻ വേണ്ടി കൃസംഗികൾ ഒല്ലൂരിരിഞ്ഞാലക്കുട തൃശ്ശൂർ ഭാഗത്തു നിന്ന് അമിതമായിട്ട് വോട്ട് നൽകി, രാഷ്ട്രീയം നോക്കാതെ. അതിനി ഉണ്ടാകാൻ പോകുന്നില്ല. ആയതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നു, ഈ ഇക്കണ്ടൻ നായർ അതും വിട്ടു ഇതും വിട്ടു, അതുമല്ല ഇതുമല്ല നമ്മുടെ ദീക്ഷയല്ലാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി കടന്നു പോകുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്. എനിക്കൊരു സഹമന്ത്രി സ്ഥാനം വെച്ചുകൊണ്ട് എൻ്റെ ഇതുപര്യന്തമുള്ള ജീവിതത്തിൻ്റെ ശൈലി തുടരാൻ എനിക്ക് കഴിയില്ല. ആയതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് നാവ് ഉള്ളിലേക്ക് എടുക്കുമ്പോഴേക്കും കഴുത്തുണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ BJP. കാരണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 3 പ്രാവശ്യമാണ് പറന്നു വന്നത്, കോടികൾ ചെലവാക്കിയിട്ട് നരേന്ദ്രമോദി ഒരാളെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ നിൽക്കൂല, ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തല തല്ലി പൊളിക്കവര്. ആയതുകൊണ്ട് ഭീഷണിയുടെ സ്വരം. അതുകൊണ്ടാണ് മെമ്മോറണ്ടം കൊണ്ട് മറ്റേ അമിത്ഷായുടെ മുമ്പിലേക്ക് ചെന്നു. മെമ്മോറം കൊണ്ടാണ് ചെന്നു. മോന്തയ്ക്ക് കാർത്തിച്ച് തുപ്പിയില്ല എന്ന് മാത്രം. ആ മെമ്മോറണ്ടം വലിച്ചെറിഞ്ഞു അദ്ദേഹം. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ, ഇത്തരം സാധനങ്ങളെയൊക്കെ ഇപ്പോ മന്ത്രി പദവി ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ജയിപ്പിച്ച മണ്ഡലത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. BJPയുടെ ഓഫീസിൽ അഥവാ MPയുടെ ഓഫീസിൽ സജീവമാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഏതായാലും ഏറ്റെടുത്തു എന്ന് പറയുന്ന 26 സിനിമകള് ഷൂട്ടേ ഉറപ്പായത്. ബോണ്ട് പാർട്ടിക്ക് ആവശ്യം കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അദ്വാനി ആവശ്യം കഴിഞ്ഞു എടുത്ത് പുറത്തിട്ടു. കരിവേപ്പില പുറത്തിടുന്ന പോലെ അതിന്റെ രുചിയും മണവും മതിയായിരുന്നു പുറത്തിട്ടു. മുരളി മനോഹർ ജോഷി ഇന്ന് എവിടെ? ഉമാഭാരതി ഇന്ന് എവിടെ? O രാജഗോപാൽ ഇന്ന് എവിടെ? കുമ്മനം രാജശേഖരൻ ഇന്ന് എവിടെ?
അപ്പൊ അവരെല്ലാം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരെല്ലാം മാറ്റണം. അതാണ് രാഷ്ട്രീയം. ഇവിടെ കേരളത്തിന്റെ ബി ജെ പിയിൽ ഹിമാലയത്തോളം വളർന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇന്നും അവിടെ മുസ്ലിങ്ങളാണ് ആ നാട്ടിൽ നിറച്ചുള്ളത്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടുകളോട് അവർ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമായിട്ട് കണക്കിലെടുത്തത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അമ്മയെ അറിയാം, അച്ഛനെ അറിയാം, അദ്ദേഹത്തെ അറിയാം. അവർ RSSന് വേണ്ടിയിട്ട് ഒരു രൂപത്തിൽ നിലകൊണ്ടവരാണ്. അവർക്കുണ്ടായിരുന്ന സ്വത്തിലൊരു ഭാഗം RSSന്റെ ഓഫീസിലേക്ക് വിട്ടുകൊടുത്തതാണ്. ഇന്നത്തെ സ്ഥിതി എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശോഭാ സുരേന്ദ്രന്റെ സ്ഥിതി എന്താ? ശോഭാ സുരേന്ദ്രൻ വെറും ഒരു സർക്കസ് കോമാളി പോലെ ഇടവിട്ട് കോമാളിത്തരം കാണിക്കാൻ വേണ്ട. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ. അപ്പൊ ഈ തന്തയ്ക്ക് പിറന്നവരുടെ പാറ്റന്റ് എടുത്തിരിക്കുകയാണ് BJP കേരളത്തിൽ. അത് പോട്ടെ. ഏതായാലും രാഷ്ട്രീയത്തിൽ സഹമന്ത്രിയുടെ മേലെ പോവില്ല. ഈ സഹമന്ത്രി സ്ഥാനത്തിന്റെ സാധാരണ രീതിയിലുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു കാൻഡിഡേറ്റ് ആവാനും കഴിയില്ല. പറഞ്ഞ ഒരു കാര്യം അവിടെയുണ്ട്. എന്താണ്? ഞാൻ BJPയുടെ കാൻഡിഡേറ്റ് അല്ല, എന്റെ സ്വന്തം കഴിവുകൊണ്ടാണ് ജയിച്ചത്. പോയി പറയും, ഇനി സ്വന്തം കഴിവുകൊണ്ട് ജയിച്ചോളാൻ പറഞ്ഞ്. ഇനി ഏതായാലും സഹമന്ത്രി സ്ഥാനം സ്വാഭാവികമായ രീതിയിൽ അവസാനിക്കുമ്പോഴേക്കും സിനിമാ ഫീൽഡിൽ ഇയാള് ശൂന്യനായിട്ട് മാറും. അപ്പൊ എന്താകും? സുരേഷ് ഗോപിയായിട്ട് മാറും. ചിലർ കാര്യം മനസ്സിലാക്കിയില്ല. 500 അടുത്താണ്. പിന്നെ കുറച്ച് രാജ്യസഭ അത് ഇതൊക്കെയുണ്ട്. സ്പെഷ്യൽ സെലക്റ്റഡ് 12 പേരുണ്ട്. അപ്പൊ 500 എന്നൊരു കണക്ക്. ഈ 130 കോടി ജനങ്ങളുടെ ഇടയിൽ 500-600 ആൾക്കാരേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കി വെച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞതൊരു 10,000 MP-മാരെങ്കിലും വേണം. 130 കോടി ജനങ്ങളാണ് ഇവിടെയുള്ളത്. വേണ്ട, ഒരു 2000 MP-മാരെങ്കിലും വേണ്ടേ? അതിന് പകരം വെറും 500 MP-മാരാ. അപ്പൊ എത്ര വൈഡായിട്ടുള്ള സ്ഥലത്തിന്റെ അധികാരമാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. ഇതിന്റെ ഇടയിലാണ് ഈ ഊശാമ്പിച്ചക്കം പറയുന്നത് ഇതിന് മേലെ പിടിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. മറ്റൊന്നുമില്ല, മണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറെ പൊങ്ങച്ചം. ഒരിക്കൽ 2 കാരവൻ വേണം. മലയാള സിനിമയിൽ ഷുവർ ബെറ്റുകൾ പോലും ചാഞ്ചാടി കളിക്കുകയാണ്. മോഹൻലാലും മമ്മൂട്ടിയും പിന്നെ അദ്ദേഹത്തിന്റെ ദിലീപ് അവര് പോലും ചാഞ്ചാടി കളിക്കുകയാണ്. സിനിമ വന്നു കഴിഞ്ഞാൽ അവര് അവിടെ പോയി ഇരിക്കും. വിജയിക്കില്ല അറിയില്ല. രജനീകാന്ത് ജയിലർ സിനിമ വലിയ വിജയമായിരുന്നു. ജയിലർ സിനിമയുടെ അതിന്റെ റിലീസ് ഡേറ്റിൽ അദ്ദേഹം ഋഷികേശിലാണ്, അവിടെ ദയാനന്ദാശ്രമത്തിലാണ്. ഇവിടുത്തെ ഒരു ഫോൺ കോൾ പോലും സ്വീകരിച്ചിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഒരു കണ്ടംപ്ലേറ്റീവ് മൂഡിൽ വന്നപ്പോൾ അദ്ദേഹം ഫോൺ സ്വീകരിച്ചു. അയ്യാ, പടം ரொம்ப ഹിറ്റ്, സന്തോഷം. അതിന് ശേഷം വന്ന പടം, അദ്ദേഹത്തിന്റെ മകളെടുത്ത പടം 7 നിലയ്ക്ക് പൊട്ടി. അതിന് ശേഷം വേറൊരു പടം വന്നു, അതും 7 നിലയ്ക്ക് പൊട്ടി. അതൊക്കെ സംഭവിക്കും. അപ്പോ അവര് പോലും ഷുവർ ബെറ്റല്ല. അങ്ങനെയുള്ള സമയത്താണ് ഇയാൾ പറയുന്നത്, എനിക്ക് 2 കാരവൻ വേണം. ഒരു കാരവൻ അയാൾക്ക് മണപ്പിക്കാൻ, കയറി വരുന്നവരെ മണപ്പിക്കാൻ. 2ാമത്തെ കാരവൻ BJPയുടെ ഓഫീസാണ്. ഇവർക്ക് എന്താ ചെയ്യേണ്ടത്? പിന്നെ റോട്ടിൽ നിർത്തി കയ്യും കാലും തല്ലി ഓടിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും വരുമല്ലോ, അടുത്ത പ്രാവശ്യം വരുമല്ലോ. ഒരിക്കൽ കൂടി ഞാൻ ഈ തൃശ്ശൂർ എങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് വരുമല്ലോ. അന്ന് കൊടുക്കും തൃശ്ശൂർക്കാർ, അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വരവ് നിലച്ചു. ഇനി സഹമന്ത്രി എന്നുള്ള സ്ഥാനത്ത് ഇരുന്നുകൊണ്ടുള്ള ശമ്പളം വാങ്ങിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുപര്യന്തമുള്ള ജീവിതത്തിന്റെ ഭൗതികമായിട്ടുള്ള മഹനീയത അത് കോത്തിൽ കയറി. ഏതായാലും അവര് അക്ഷരാർത്ഥത്തില് ഇവന്റെ പൂട വടിച്ചു, കോഴിയുടെ പൂട പറച്ചു. അതാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം. അതാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയ മുതലാളിമാരുടെ, സാധാരണ ഭാഷ പറഞ്ഞാൽ അവരുടെ ശേഷി അതാണ്. ഇവിടുന്ന് പോകുന്ന ഏതിൻ്റെയും പൂട പറയ്ക്കും അവിടെ പോയി കഴിഞ്ഞാൽ.
അങ്ങനെ ആരെങ്കിലും പൂട പറിക്കാൻ ഒരു കഴിഞ്ഞില്ലെങ്കിൽ പിടിച്ച് പുറത്തിടും. അങ്ങനെയാണ് ഈ ഉമാഭാരതി അടക്കമുള്ള ആൾക്കാർ മുഴുവൻ പുറത്തേക്ക് പോയത്. ഇതിനെ പിന്നെ പിടിച്ച് പുറത്തേക്കിടായിരുന്നില്ല, ഒരു ഊതി കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഏതായാലും കേരളത്തിൽ നിന്ന് ജയിച്ച ഒരാളെ അവര് പെട്ടെന്ന് അവർ കൈകാര്യം ചെയ്യില്ല. അപ്പം അവിടെ നിർത്തിയിരിക്കുകയാണ്. ഈ ടൈം കഴിഞ്ഞാൽ കഴിയും. വേറെ മൊരിക്കണ്ടം നായർ. തൃശ്ശൂക്കാർക്ക് ഇനി ഇതിലപ്പുറം ഒരു അമളി പറ്റാനില്ല. നമസ്കാരം.